ആരെയൊക്കെ സംതൃപ്തമാക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ചരിത്രഘട്ടത്തിലെ സാംസ്കാരിക അന്വേഷണത്തിന്റെ മൗലികമായ ദൗത്യം. നിങ്ങൾ, ഞാൻ സംതൃപ്തരായാലും അസംതൃപ്തരായാലും നാം നമ്മുടെ കാലത്തിന് അഭിമുഖമായിരിക്കണം. നാം പുറംതിരിഞ്ഞ് നിൽക്കരുത്. നാം പുറംതിരിഞ്ഞു നിന്നാൽ നമ്മുടെ കാലിനടിയിലെ മണ്ണ് മാത്രമല്ല, നമ്മളും ചരിത്ര പ്രവാഹത്തിൽ ഒലിച്ചു പോകും. ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കൊലപാതകങ്ങൾക്ക് വലിയ പുതുമയൊന്നുമില്ല. കൂട്ടക്കൊലകൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആ കൂട്ടക്കൊലകളൊക്കെ മാറ്റിവെച്ചിട്ട് ലോകത്തെങ്ങുമുള്ള ശാസ്ത്രജ്ഞന്മാർ, കലാപ്രതിഭകൾ, സാംസ്കാരിക പ്രവർത്തകർ, പൊതുപ്രവർത്തകർ അവർ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലേക്ക് കണ്ണു തുറക്കുകയും എഴുതുകയും പറയുകയും പാടുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു. മൗനം അവലംബിച്ചിരുന്ന പ്രധാനമന്ത്രിക്ക് മൗനം മുറിക്കേണ്ടി വന്നു. രാഷ്ട്രം നടുങ്ങി. കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നാം ജീവിക്കുന്ന കാലം വളരെ പ്രധാനമാണ്. എല്ലാ കലാസൃഷ്ടികളും സാഹിത്യ സൃഷ്ടികളും കവിതകളുമെല്ലാം എഴുതുന്നത് അല്ലെങ്കിൽ വരയ്ക്കുന്നത്, അവതരിപ്പിക്കുന്നത്, അഭിനയിക്കുന്നത് വ്യക്തികളായിരിക്കുമെങ്കിലും ആ വ്യക്തികൾക്ക് കലാവിഷ്കാരത്തിൽ തങ്ങളുടെ പ്രതിഭയുടെ മുദ്ര, സീൽ പതിപ്പിക്കാൻ കഴിയുമെങ്കിലും അതിനവർക്ക് കഴിയുന്നത് അവരുടെ പ്രതിഭയുടെ മറ്റു പല സന്ദർഭങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അവർ ജീവിക്കുന്ന കാലവും കൂടി അതിൽ പങ്കെടുക്കുമ്പോഴാണ്. മലയാളത്തിൻ്റെ പ്രശസ്ത സാഹിത്യ വിമർശകനായ മുണ്ടശ്ശേരി മാഷിൻ്റെ ഒരു പ്രയോഗമുണ്ട്: കാളിദാസനും കാലത്തിൻ്റെ ദാസൻ. കുട്ടിക്കൃഷ്ണമാരാർ കാളിദാസനെ കലയുടെ ദാസൻ എന്ന് വിളിച്ചപ്പോൾ അത് ശരി തന്നെയാണ്. അദ്ദേഹം കലയുടെ ദാസനാണ്. എല്ലാ കലാപ്രതിഭകളും ഒരർത്ഥത്തിൽ കലയുടെ നിയമങ്ങൾക്ക്, ഏറ്റവും ചുരുങ്ങിയത് അവർ കലാപ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ കീഴ്പ്പെട്ടിരിക്കും. അല്ലാതെ ഒരു കലാവിഷ്കാരം അസാധ്യമാണ്. അതുകൊണ്ട് കാളിദാസൻ കലയുടെ ദാസനാണ്. എന്നാൽ അതോടൊപ്പം അദ്ദേഹം കാലത്തിൻ്റെ ദാസനുമാണ്. അങ്ങനെ എല്ലാ കലാപ്രതിഭകളും ഒരേ സമയം കലയുടെയും കാലത്തിൻ്റെയും ദാസരാണ്. ദാസരാവുക എന്നുള്ളത് ഒരുപക്ഷെ സേവകർ എന്ന് പറയുന്നത് മന്ത്രി, പ്രധാനമന്ത്രി, MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, പൊതുപ്രവർത്തകർ ഇവരൊക്കെ വഹിക്കുന്ന ഏറ്റവും വലിയ പദവിയാണ് സത്യത്തിൽ സേവകർ, ദാസർ എന്നുള്ളത്. എന്നാൽ വംശീയതയും ജാതി മേൽക്കോയ്മയും ദാസർ എന്നുള്ളതിനെ, സേവകർ എന്നുള്ളതിനെ ഒരു ജനതയുടെ ജീവിതത്തെ ജ്വലിപ്പിക്കുന്ന നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമായി തീരുന്ന, ചരിത്രത്തിൽ പേരില്ലെങ്കിലും ചരിത്രം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ സാധാരണഗതിയിൽ അടയാളപ്പെടുത്താറില്ല. അടയാളപ്പെടുത്തിയാൽ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് അവരെ അടയാളപ്പെടുത്തുക. അത്തരമൊരു പശ്ചാത്തലത്തെ അപനിർമ്മിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു ധീരമായ ദൈക്ഷണിക ശ്രമമായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, കലയുടെയും കാലത്തിൻ്റെയും സേവനമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാദൗത്യം, ആ ദൗത്യമാണ് സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഒരു ഉള്ളടക്കം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യൻ സാംസ്കാരിക രാഷ്ട്രീയ സന്ദർഭം, നമ്മൾ ഈ സമ്മേളനം നടക്കുന്നത്, സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് പ്രത്യേകിച്ച് ആരെയും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല, 2025-ലാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ അറിവിൽ പരിമിതികളുണ്ട്, ആ അറിവിൽ നിരവധി ന്യൂനതകളുണ്ട്. എങ്കിലും നമ്മൾ കരുതുന്നത് ഇന്ത്യൻ നവഭാസത്തിന് 100 വർഷം തികയുന്ന ഒരു കാലം 2025 എന്നാണ്. പ്രാഥമികമായിട്ട് അത് ശരിയാണ്. കാരണം 1925
ഇന്ത്യയിലെ നവഫാസിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടു എന്ന് കരുതുകയാണെങ്കിൽ അതിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. പക്ഷേ ഇന്ത്യൻ നവഭാസത്തിന് 2025 100 വയസ്സാണോ എന്നത് ഒരു സംവാദ വിഷയമാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയമായി അതിന് 100 വയസ്സായിരിക്കുമ്പോഴും സാംസ്കാരികമായി അതിൻ്റെ വയസ്സ് 1000-ഓ 1500-ഓ 2000-ഓ അതിനപ്പുറത്തോ ആണ്. ഈ ഒരു വസ്തുതയിൽ നിന്നുകൊണ്ടാണ് വളരെ കുറച്ച് കാര്യങ്ങൾ. കാരണം നമ്മളിപ്പോൾ വളരെ വളരെ ഓർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മറവിയുടെ ഒരു മഹാസമുദ്രത്തിലേക്ക് വീഴുകയാണ്. ഞാനൊരു അമ്പരപ്പോടെ ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ ഒരു ബോഡി ബിൽഡർ, ആ ബോഡി ബിൽഡറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും, അത്യാവശ്യം നമുക്ക് ഓർമ്മിക്കാൻ കഴിയും, ഒരു ബോഡി ബിൽഡറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മിക്കവാറും അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിരിക്കും. അവരെ ബജ്രംഗ് ദൾ ഒരു ജന്തുവിൻ്റെ പേരിൽ, പശുവിൻ്റെ പേരിൽ ഉത്തർപ്രദേശിൽ അടിച്ചു കൊന്ന പത്രവാർത്ത വന്ന ഒരു ദിവസമാണ് നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. ഒരു മനുഷ്യൻ കൊല്ലപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആക്രമിക്കപ്പെടുകയും ചെയ്യാൻ ഇടയാക്കിയ സംഭവം എന്ന് പറയുന്നത് 1925 രൂപപ്പെട്ട ഒരാശയമല്ല. ആ ആശയത്തിൻ്റെ പിന്നിൽ ഇന്ത്യൻ ജനായത്വത്തെ, ഇന്ത്യൻ മാനവികതയെ ഇവിടെ മുരുകൻ കാട്ടാക്കടയും ഒക്കെ അവതരിപ്പിച്ച ഒരു ഇന്ത്യൻ വൈവിധ്യത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് വിവരിക്കാനല്ല, എന്നാൽ ഇന്ന് പത്രത്തിൽ വന്ന വാർത്ത പോലും എന്തുകൊണ്ടാണ് നമ്മെ അസ്വസ്ഥമാക്കാത്തത് എന്നൊരു ചോദ്യത്തെ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ആലോചിക്കാനും അന്വേഷിക്കാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് അസ്വസ്ഥതയുണ്ടാക്കാൻ ഇടയുണ്ട്. പക്ഷേ അത് ഒരു സാംസ്കാരിക പ്രവർത്തകൻ പരിഗണിക്കേണ്ട കാര്യമില്ല. ആരെയൊക്കെ സംതൃപ്തമാക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ചരിത്രഘട്ടത്തിലെ സാംസ്കാരിക അന്വേഷണത്തിൻ്റെ മൗലികമായ ദൗത്യം. നിങ്ങൾ, ഞാൻ സംതൃപ്തരായാലും അസംതൃപ്തരായാലും നാം നമ്മുടെ കാലത്തിന് അഭിമുഖമായിരിക്കണം. നാം പുറംതിരിഞ്ഞ് നിൽക്കരുത്. നാം പുറംതിരിഞ്ഞ് നിന്നാൽ നമ്മുടെ കാലിനടിയിലെ മണ്ണ് മാത്രമല്ല, നമ്മളും ചരിത്രപ്രവാഹത്തിൽ ഒലിച്ചു പോകും. അതുകൊണ്ട് സ്വയം ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയെങ്കിലും നാം ജീവിക്കുന്ന കാലത്തോട് സംവദിക്കാൻ, സംവാദം നടത്താൻ ധീരരാവണം എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുക. ഞാൻ ഓർമ്മിപ്പിക്കുന്നത് 2015 സെപ്റ്റംബർ 28 2015 സെപ്റ്റംബർ 28 2025 ജനുവരി മാസത്തിൽ പുതുവർഷത്തിൽ നടന്ന ഒരു സംഭവം ഒരു തരത്തിലുള്ള പ്രതികരണവുമില്ലാതെ കടന്നുപോയപ്പോൾ അതിന് തുടക്കം കുറിച്ച ഇന്ത്യൻ നവഫാസം നടത്തിയ ആ ഭീകരാക്രമണം ഈ കൂടിയിരിക്കുന്ന എല്ലാവരും ഓർക്കുന്നുണ്ടാവും, ആരും മറന്നുപോയിട്ടുണ്ടാവില്ല. ദാദ്രി എന്നൊരു സ്ഥലത്ത്, ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്താവുന്ന ഒരു ഗ്രാമപ്രദേശം. എത്രയോ കാലമായി ജനങ്ങൾ ഈ താനൂരിൽ എന്ന പോലെ സൗഹൃദത്തോടെ ജീവിച്ചു പോകുന്നൊരു പ്രദേശം. ഉത്സവങ്ങളിൽ, ഘോഷയാത്രകളിൽ, സൽക്കാരങ്ങളിൽ, വിവാഹങ്ങളിൽ, മരണത്തിൽ ഒക്കെ ദാദ്രിയിലെ മനുഷ്യരും ഒന്നിച്ചു നിന്ന 2015 മുമ്പ് ഒന്നിച്ചു നിന്ന ഒരു പശ്ചാത്തലം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. 2015 സെപ്റ്റംബർ 28 സെപ്റ്റംബർ 25 വരെ, 26 വരെ, 27 വരെ ഏതൊരാളുടെ വീട്ടിൽ
സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഗമായി ആരൊക്കെ ഒത്തുചേർന്നുവോ അതിന് അടിവരയാണ്. ജാതി, മതം, രാഷ്ട്രീയം എന്നിവയൊക്കെ മറന്നിട്ട് ആ പ്രദേശത്തിലെ മനുഷ്യർ വീടുകളിൽ സൗഹൃദം പങ്കുവച്ചു. മുഹമ്മദ് അഖ്ലാഖിന്റെ വീട്ടിലും അവർ സൗഹൃദം പങ്കുവച്ചു. അവിടെ നിന്ന് 27-ാം തീയതി വരെ ഭക്ഷണം കഴിച്ചു പോയ അയൽക്കാരടക്കമുള്ള മനുഷ്യരാണ് 28-ന് ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി മുഹമ്മദ് അഖ്ലാഖിനെ കൊല്ലുന്നത്. ഇതൊരു പഴയ സംഭവമാണ്, ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ അന്ന് ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലാഖ് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യ മാത്രമല്ല, ലോകം തന്നെ ഇളകി മറിഞ്ഞു. അതിന് കാരണമുണ്ടായി. ആ കാരണം എന്ന് പറയുന്നത്, അതാണ് ഒരു സാംസ്കാരിക സമ്മേളനം ഓർത്തെടുക്കേണ്ട പല കാര്യങ്ങളിൽ ഒരു കാര്യം. അന്ന് ഇവിടെ സ്വരാജ് പറഞ്ഞ എഴുത്തുകാർ, ആ എഴുത്തുകാരുടെ പരമ്പരയിൽപ്പെട്ടവർ, മുരുകൻ ചൊല്ലിയ കവിതയിലെ അനുഭവ ലോകം, അതെല്ലാം ഇളകിമറിഞ്ഞ് പ്രവർത്തിച്ചു. പത്മശ്രീ കിട്ടിയവർ പത്മശ്രീ ഉപേക്ഷിച്ചു. ജ്ഞാനപീഠം കിട്ടിയവർ ജ്ഞാനപീഠം ഉപേക്ഷിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയവർ അവാർഡ് വേണ്ടെന്ന് വെച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയവർ അത് വേണ്ടെന്ന് വെച്ചു. കേരളത്തിൽ നിന്ന് സച്ചിദാനന്ദൻ മുതൽ PK പാറക്കട് വരെയുള്ളവർ അവാർഡുകൾ തിരിച്ചു നൽകി. ലോകം മുഴുവൻ ദാദ്രിയിലേക്ക് കണ്ണു തുറന്നു. വലിയ പ്രത്യേകതകളൊന്നുമില്ല. എന്നിട്ടും ഒരേ ഒരു കൊലപാതകത്തിന്റെ പേരിൽ ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കൊലപാതകങ്ങൾക്ക് വലിയ പുതുമയൊന്നുമില്ല. കൂട്ടക്കൊലകൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആ കൂട്ടക്കൊലകളൊക്കെ മാറ്റിവെച്ചിട്ട് ലോകത്തെങ്ങുമുള്ള ശാസ്ത്രജ്ഞന്മാർ, കലാപ്രതിഭകൾ, സാംസ്കാരിക പ്രവർത്തകർ, പൊതുപ്രവർത്തകർ അവർ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലേക്ക് കണ്ണു തുറക്കുകയും എഴുതുകയും പറയുകയും പാടുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു. മൗനം അവലംബിച്ചിരുന്ന പ്രധാനമന്ത്രിക്ക് മൗനം മുറിക്കേണ്ടി വന്നു. രാഷ്ട്രം നടുങ്ങി. നടുങ്ങാനുണ്ടായ കാരണം മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെടാനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം കാളയിറച്ചി കഴിച്ചു എന്ന കുറ്റാരോപണം. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തള്ളിക്കയറിയവർ ഫ്രിഡ്ജ് വലിച്ചു തുറന്നു. അവിടെ സൂക്ഷിച്ചിരുന്ന മാംസം കണ്ടെത്തുകയും അതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊല്ലുകയുമാണ് ഉണ്ടായത്. പിന്നീട് വലിയ അന്വേഷണങ്ങളൊക്കെ നടന്നു. അത് കാളയിറച്ചി ആയിരുന്നില്ല എന്ന് കണ്ടെത്തപ്പെട്ടു. അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല. കാളയിറച്ചി ആയാലും അതിന്റെ പേരിൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ ലോകം അത് ശ്രദ്ധിച്ചു. 2015 10 കൊല്ലം കഴിഞ്ഞ് 2025 നമ്മൾ നിൽക്കുമ്പോൾ 15 ശേഷം നിരവധി കൊലകൾ നടന്നു. ഈ ദാദ്രി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമായി ഞാൻ മുന്നോട്ട് വെക്കുന്നത്, 2015 മുമ്പുണ്ടായിരുന്ന ദാദ്രി, 2015 സെപ്റ്റംബർ 28 ദാദ്രി, 28 ശേഷം ഇപ്പോഴുള്ള ദാദ്രി, ഈ 3 ദാദ്രിയും പഠിക്കപ്പെടേണ്ടതുണ്ട്. 15 മുമ്പുള്ള ദാദ്രി ഞാൻ പറഞ്ഞു, അത് സൗഹൃദത്തിന്റെ ദാദ്രിയായിരുന്നു. ഇതുപോലെ അവിടെയും സാംസ്കാരിക സമ്മേളനം നടന്നിരുന്നു. അവിടെയും കവികൾ കവിത ചൊല്ലിയിരുന്നു. അവിടെയും സാംസ്കാരിക പ്രവർത്തകർ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. അവരൊന്നിച്ച് ജീവിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് സെപ്റ്റംബർ 28 അതുവരെ ഒന്നിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് ശത്രുക്കളായി? ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ തൊലിപ്പുറമേ ഉരസിപ്പോകുന്ന പരിചയം കൊണ്ട് വെറുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, രാവിലെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ കാണുമ്പോൾ ഹായ് ഹൂയ് ഹായ് ഗെയ്സ് എന്നൊക്കെ പറഞ്ഞ് ആ കയ്യൊക്കെ ഒന്ന് പിടിച്ചു കുലുക്കി 2 ഒച്ചയൊക്കെ ഉണ്ടാക്കി
നമ്മളൊരു പരിചയം നിലനിർത്തി കഴിഞ്ഞാൽ ആ പരിചയം വർഗീയതയെ, നവഫാസത്തിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയില്ല എന്നതിൻ്റെ നമ്പർ 1 തെളിവായിരുന്നു ദാദ്രി. കാരണം അവർ ഒന്നിച്ച് ഭക്ഷണം കൂടി പങ്കുവെച്ചവരാണ്. മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, പഴയ പ്രയോഗമാണ്, പഴയതാണെങ്കിലും അതിൻ്റെ ഉള്ളടക്കം പുതിയതാണ്. ഊട്ടി ഉറപ്പിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ പരസ്പരം കണ്ട് കൈപിടിച്ച് കുലുക്കിയാൽ ഉറക്കാത്ത ബന്ധം ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോ ഉറക്കും. ഊട്ടിയിട്ട് പരസ്പരം ഭക്ഷണം കഴിച്ചിട്ട് ഉറപ്പിക്കുക എന്നുള്ളത് സൗഹൃദത്തിന്റെ പരിചയത്തിന്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഊട്ടി ഉറപ്പിക്കപ്പെട്ട ഒരു ബന്ധമാണ് ദാദ്രിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് പൊളിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. എങ്ങനെ പൊളിഞ്ഞു? അതാണ് സാംസ്കാരിക അന്വേഷണത്തിൽ പഠിക്കപ്പെടേണ്ട ഒരു കാര്യം. 2, ഈ ഭീകരമായ കൊല നടത്തിയിട്ട് അതിനോട് ഇന്ത്യൻ സ്റ്റേറ്റ് രാഷ്ട്രം എന്ത് സമീപനം സ്വീകരിച്ചു? രാഷ്ട്രം അതിനെ അവഗണിച്ചു. കൊലയാളികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജയിലിൽ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ച ഈ കൊലക്കേസിലെ ഒന്നാമത്തെ പ്രതി രവി സിസോദിയ എന്ന് പറയുന്ന ആർച്ച് ക്രിമിനൽ ബോറൻ ടെററിസ്റ്റ് ഡാഷ് ഡാഷ് ഡാഷ്. അതിലേറെ അദ്ദേഹത്തെ വിവരിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള നമ്പർ 1 ബോറന്, ആ ബോറന്റെ മൃതദേഹത്തിൽ ദേശീയ പതാക പുതപ്പിച്ചുകൊണ്ടാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യൻ ദേശീയ പതാക വെറുപ്പിന്റെ പുറത്ത് വിരിക്കാനുള്ള ഒരു പരവതാനിയുടെ പേരല്ല. അത് സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ തീജ്വാലകളിൽ കരിയാതെ ഉയർന്നു വന്ന ഇന്ത്യക്കാരന്റെ അഭിമാനമാണ്. പക്ഷേ ആ അഭിമാനമാണ് ഒരു നമ്പർ 1 ക്രിമിനലിന്റെ, വെറും ക്രിമിനൽ എന്ന് പറഞ്ഞുകൂടാ, ക്രിമിനലും ഫാസിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫാസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ കൂടുതൽ വിവരണം ഒഴിവാക്കാൻ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ, ഞാൻ പ്രധാനമായിട്ടും ഒരു സാംസ്കാരിക അന്വേഷണത്തിൽ പറയണം എന്ന് വിചാരിക്കുന്ന ഇന്ത്യയിലെ നവഫാസത്തിന്റെ സ്രോതസ്സായിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, അതിനെക്കുറിച്ച് ഡോക്ടർ ശ്യാംചന്ദ് എഴുതിയിട്ടുള്ള സാഫ്രൻ ഫാസം എന്നൊരു ചെറിയ പുസ്തകമുണ്ട്. ആർക്കും വായിക്കാം. സത്യത്തിൽ അത് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെടേണ്ട പുസ്തകമാണ്, ചെയ്യപ്പെട്ടിട്ടില്ല. ആ പുസ്തകത്തിൽ ഒരു വാചകമുണ്ട്, ഇൻ ഫാക്ട് RSS ഈസ് ദി മദർ ഓഫ് ടെററിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഭീകരവാദ സംഘടനയാണ് RSS എന്നല്ല ഡോക്ടർ ശ്യാംചന്ദ് എന്ന സാംസ്കാരിക വിമർശകൻ പറയുന്നത്. അത് ഇന്ത്യയിലെ മറ്റെല്ലാ ഭീകര സംഘടനകളുടെയും സ്രോതസ്സാണ്, അതിൻ്റെ മാതാവാണ്. ആ സംഘടനയുടെ 100ാം വാർഷികമല്ല, ആ സംഘടന 1925 രൂപപ്പെട്ടത് എന്ന അർത്ഥത്തിൽ 2025 100ാം വർഷമാണ്. പക്ഷെ അതിൻ്റെ വേരുകൾ വ്യാപിച്ചു നിൽക്കുന്നത് ഇന്ത്യയിലെ ജാതി മേൽക്കോയ്മ സംസ്കാരത്തിലാണ്. ആ ജാതി മേൽക്കോയ്മ സംസ്കാരത്തിന്റെ അജണ്ടയാണ് അംബേദ്കർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അയിത്തക്കാരായി മാറിയത് എങ്ങനെയാണ്. അംബേദ്കർ പറയുന്ന ഒരു കാരണം, ഇന്ത്യൻ ജാതി മേൽക്കോയ്മ വിശുദ്ധമായി പ്രഖ്യാപിച്ച പശുവിനെ തിന്നുന്നവരെയാണ് അവർ അയിത്തക്കാരാക്കി മുദ്രകുത്തിയത് എന്നാണ്. ഇവിടുത്തെ അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ഭക്ഷണമായിരുന്നു സത്യത്തിൽ കാളയും പശുവൊക്കെ. ഇവിടുത്തെ അടിസ്ഥാന ജനതയുടെ ഭക്ഷണമായിരുന്നു. പോഷകമൂല്യം കൂടുതലുള്ളതാണ്, വില കുറവാണ്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിലല്ല, അന്നത്തെ പശ്ചാത്തലത്തിൽ. പിന്നെ അതല്ലാതെ അവർക്ക് വേറെ നിരവധി വഴികളുണ്ടായിരുന്നു.
അങ്ങനെയുള്ള ഇന്ത്യൻ ജാതി മേൽക്കൊയ്മ പശുവിനെ ദിവ്യ മൃഗമായി പ്രഖ്യാപിക്കാനുള്ള കാരണമോ അത് ബുദ്ധമതത്തിനെതിരെ നടത്തിയ ഒരു ഒളിയുദ്ധത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ മാംസവും ഒക്കെ സുഭിക്ഷമായി മഹർഷിമാരും മറ്റും കഴിക്കുന്നതിൻ്റെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതേക്കുറിച്ചൊക്കെ പഠനം വന്നിട്ടുണ്ട്. ചെറിയൊരു സമയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ എപ്പോൾ മുതലാണ് ജാതി മേൽക്കൊയ്മ ഇതിനെ ദിവ്യമൃഗമാക്കിയത്? അത് ബുദ്ധമതത്തെ, അതായത് ജാതി മേൽക്കൊയ്മക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബുദ്ധമതമായിരുന്നു. 2500 വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാ ബുദ്ധൻ, ആ ബുദ്ധനാണ് ഇന്ത്യയിൽ മുരുകൻ കാട്ടാക്കട ഇപ്പൊ പാടിയ ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹം, മൈത്രി, ധമ്മം ഇന്ത്യയിൽ അവതരിപ്പിച്ചത് മഹാത്മാ ബുദ്ധനാണ്. ആ ബുദ്ധന്റെ കാഴ്ചപ്പാടാണ് 1940കളിൽ ജാതി മേൽക്കൊയ്മക്കെതിരെ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്, എനിക്ക് മുകളിൽ ആരുമില്ല, എനിക്ക് താഴെയും ആരുമില്ല. ഒരു വാചകം കൂടിയുണ്ട്, കൊട്ടാരത്തിലും. പുതിയ കാലത്ത് പോലും ജനാധിപത്യം രാജാധിപത്യത്തിനും ജാത്യാധിപത്യത്തിനും മുമ്പിൽ കമിഴ്ന്നു വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു 85 കൊല്ലം മുമ്പ്, 3/4 നൂറ്റാണ്ടിന് മുമ്പ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്, എനിക്ക് മുകളിലും ആരുമില്ല, എനിക്ക് താഴെയും ആരുമില്ല, ഒപ്പത്തിനൊപ്പം കൊട്ടാരത്തിലും. ആ തത്വം ഇന്ത്യയിൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ബുദ്ധനെ, ബുദ്ധന്റെ ജനായത്ത കാഴ്ചപ്പാടിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ സവർണത അഴിച്ചുവിട്ട നിരവധി ആശയപ്രചാരണങ്ങളിൽ ഒന്നാണ് മാംസവിരുദ്ധ പ്രത്യയശാസ്ത്രം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനതയെ അവർ ഐത്തക്കാരാക്കിയത്. അതിന്റെ ഒക്കെ തുടർച്ചയിലാണ് ഒരു അക്ലാഖ്. അല്ലാതെ 2015 പെട്ടെന്നല്ല. RSS 925 1882 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നതിനും 3 കൊല്ലം മുമ്പ് ഇന്ത്യൻ ജാതി മേൽക്കൊയ്മ ഒരു സൗമ്യ ജന്തുവിനെ ഭീകര ജന്തുവാക്കി മാറ്റുന്ന പ്രവർത്തനം ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു സംഘടനക്ക് പിറവി നൽകിയിരുന്നു. ആ സംഘടനയുടെ പേരാണ് ഗോരക്ഷാണി സഭ. അത് രൂപപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നതിനും 3 കൊല്ലം മുമ്പാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനല്ല, മനുഷ്യത്വത്തെക്കുറിച്ചുള്ള മഹത്തായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനല്ല, മറിച്ച് ജനങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും പകയും പുച്ഛവും കൊലയും എല്ലാം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് ഇത് പരിശോധിക്കേണ്ടത്. അത് പറയാനല്ല. പക്ഷെ 2015 അത് സംഭവിച്ചപ്പോൾ ഇന്ത്യ ഞെട്ടി, ലോകം ഞെട്ടി. അതുവരെ മൗനം പാലിച്ച പ്രധാനമന്ത്രിക്ക് മൗനം മുറിക്കേണ്ടി വന്നു. എന്നാൽ പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് അതിനേക്കാൾ ഭീകരമായി അതേ പേരിൽ ഒരു കൊല നടക്കുമ്പോൾ ഈ രാജ്യവും ലോകവും ഒക്കെ ഞെട്ടണ്ടേ? പക്ഷേ നമുക്കൊരു ഞെട്ടലുമില്ല. എന്താണ് കാരണം? അവിടെയാണ് ഇന്ത്യൻ നവഭാസത്തിന്റെ വിജയം. നമ്മൾ ഭീകരതകളെ സ്വാഭാവികതകളായി സ്വീകരിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടു. ആദ്യം കൊല നടന്നപ്പോൾ നമ്മൾ ഞെട്ടി. പക്ഷെ കൊല തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ഞെട്ടൽ ഇങ്ങനെ കുറഞ്ഞു വന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനൊരു പേരുണ്ട്, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം കുറച്ച് കിട്ടുമ്പോൾ വലിയ താല്പര്യം ഉണ്ടാകുമെങ്കിൽ അതേ സംഭവം തന്നെ കൂടുതൽ 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 കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ആനുപാതികമായി താല്പര്യം കൂടി കൂടി വരുമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി.
ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ബാധകമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സാമ്പത്തിക ശാസ്ത്ര തത്വമാണ് ഇത്. ബ്രത്തും പറയുന്നുണ്ട്, ജർമ്മനിയിൽ 30കളിൽ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ലോകം മുഴുവൻ, ജർമ്മനിയുടെ പല ഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് മനുഷ്യർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നിങ്ങൾ ഒറ്റക്കല്ല എന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പിന്നെ കൊല ചെയ്യപ്പെടുന്നവരുടെ സംഖ്യ 10,000-ആയപ്പോൾ ഐക്യദാർഢ്യം കുറഞ്ഞു. ലക്ഷങ്ങളായപ്പോൾ പ്രതിഷേധത്തിന്റെ ഒരു ശബ്ദവും ഉയർന്നു പൊങ്ങാതായി. ബ്രത്തിന്റെ കവിതയിലെ പ്രസിദ്ധമായ ഒരു പ്രയോഗം കടമെടുത്താൽ, അനീതി പേമാരി പോലെ കോരിച്ചൊരിഞ്ഞപ്പോൾ നിർത്തൂ എന്ന് ഒരു വാക്കുച്ചരിക്കാൻ പോലും ആരുമില്ലാത്ത ഒരവസ്ഥ, മൗനത്തിന്റെ ഒരു പുതപ്പ് ജീവിതത്തിന്റെ മുകളിൽ വന്നു വീഴുന്ന ഒരവസ്ഥ. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്ത്യ ഇന്ന് അത്തരം ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 2015-നേക്കാൾ 2025 10 കൊല്ലം കൊണ്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ നവഫാസിസ്റ്റ് മാറ്റത്തെ പ്രതിരോധിക്കാൻ പാകത്തിൽ ഇന്ത്യക്കാർ മാറിയോ എന്ന മൗലികമായ ഒരു പ്രശ്നത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ ഭയപ്പെടുത്തേണ്ട ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ കവിതയ്ക്ക് പുതിയൊരു നിർവചനം KGS നൽകേണ്ടി വന്നത്. ആജ്ഞ പെരുകും കാലം, ഭയമില്ലാത്ത വാക്യം കവിത. മലയാളത്തിൽ 2014 മുമ്പ് കവിതയ്ക്ക് ഈ ഒരു നിർവചനം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് കാലത്തിന്റെ സ്വാധീനം. നമ്മൾ വേർഡ്സ്വർത്തിന്റെ അനർഗളം പ്രവഹിക്കുന്ന വികാര പ്രവാഹമാണ് കവിത എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് KGS എന്ന കവി ഭാഷയിൽ ആജ്ഞ പെരുകും കാലം, ഭയമില്ലാത്ത വാക്യം കവിത. ഇത് കവിതയുടെ നവഫാസിസ്റ്റ് കാലത്തെ പുതിയ നിർവചനമാണ്. എല്ലാ കലകൾക്കും പുതിയ നിർവചനങ്ങൾ ആവശ്യമായി തീരുന്ന ഒരു കാലമാണ്. ഈ കാലത്താണ് നമ്മുടെ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് എന്നത് മറന്നുപോകാൻ പാടില്ലാത്തതാണ് എന്ന് മാത്രമാണ് ഞാൻ ആവർത്തിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ പലതരത്തിലുള്ള കലാപരിപാടികൾ കൂടി ഈ വേദിയിൽ അരങ്ങേറാനുണ്ട്. മാത്രമല്ല, ഇതൊരു ബഹുജന സാംസ്കാരിക വേദി. ബഹുജന സാംസ്കാരിക വേദി എന്ന് പറയുമ്പോൾ കുട്ടികൾ, പല വിധാനങ്ങളിലുള്ള മനുഷ്യർ എല്ലാം കൂടി ചേർന്ന ഒരു ബഹു സ്വഭാവമാർന്ന ഒരു സാംസ്കാരിക ഒത്തുചേരലായതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ സൂക്ഷ്മതലങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരല്പം പ്രയാസമാണ്. എല്ലാവർക്കും പ്രയാസം ഉണ്ടാവണമെന്നില്ല. എനിക്കൊരല്പം പ്രയാസമാണ് എന്ന് തോന്നുന്നത് കൊണ്ടും നമ്മുടെ കാലത്തിലേക്ക് കണ്ണു തുറക്കാതെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് കൂടിയാണ് നമുക്ക് ഇന്ത്യയിൽ നടക്കുന്ന ഭീകരതകളുടെ പൊള്ളൽ വേണ്ടത്ര ഇല്ലാത്തത്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 2023 ഓഗസ്റ്റിൽ ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ നേഹ എന്ന് പറയുന്ന പബ്ലിക് സ്കൂളിൽ തൃപ്ത ത്യാഗി എന്ന് പറയുന്ന ഒരു അധ്യാപിക 2ാം ക്ലാസ്സിലെയോ 3ാം ക്ലാസ്സിലെയോ ഒരു മുസ്ലിം വിദ്യാർത്ഥിയുടെ മുഖത്ത് ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയെ കൊണ്ട് അടുപ്പിച്ചു. ഒരു പുതിയ തരം ശിക്ഷാ സമ്പ്രദായമാണ് ഇത്. 1921 ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരു അതിശയോക്തിയാന്ന് വിചാരിക്കും. ഇതിലൊരു അല്പ അതിശയോക്തി ഉണ്ട്. പക്ഷേ അതിൻ്റെ അടിയിൽ പരമാർത്ഥത്തിൻ്റെ ഒരു അസ്ഥിയുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, വേഗൻ കൂട്ടക്കൊലയെ ഓർമ്മിപ്പിച്ച, അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്രയെത്രയോ ചെറുതായ ഒരു ഉദാഹരണമാണ്. വേഗൻ കൂട്ടക്കൊലയിലും ഇതാണ് സംഭവിച്ചത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഒരു അധ്യാപിക
കുട്ടിയെ ശിക്ഷിക്കുകയല്ല ചെയ്തത്. മറിച്ച് ഒരധ്യാപിക മതപരമായി ഒരു കുട്ടിയെ പേരെടുത്ത് പറഞ്ഞ് അവഹേളിക്കുകയും ആ കുട്ടിയുടെ ഒരു സുഹൃത്തിനോട് ആ കുട്ടിയുടെ മുഖത്തടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒന്ന്. രണ്ട്, ആ കുട്ടി മുഖത്തടിക്കാൻ വിസമ്മതിച്ചു. നമ്മളിതിന്റെ വിശദാംശങ്ങൾ, പത്രങ്ങളിലൊന്നും ഇതിന്റെ വിശദാംശങ്ങൾ വരുന്നില്ല. തൻ്റെ കൂടെ പഠിക്കുന്ന, തൻ്റെ കൂടെ കളിക്കുന്ന ഒരു കുട്ടിയുടെ മുഖത്തടിക്കാൻ, താനുമായി ഒരു തരത്തിലുള്ള വിരോധവും ഇല്ലാത്ത തൻ്റെ സുഹൃത്തിൻ്റെ മുഖത്തടിക്കാൻ ഒരു അധ്യാപിക പറയുമ്പോൾ, അടികൊള്ളുന്ന കുട്ടിയേക്കാൾ അടിക്കാൻ നിർബന്ധിതമാവുന്ന കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ട്. എന്താണ് ആ അവസ്ഥ? അടിക്കാൻ മനസ്സില്ല, സുഹൃത്താണ്, പക്ഷെ പറയുന്നത് അധ്യാപികയാണ്. അടിച്ചിട്ടില്ലെങ്കിൽ തനിക്കും അടി കിട്ടും, പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് വല്ലാത്ത ധർമ്മസങ്കടത്തിൽ തൻ്റെ സുഹൃത്തിനെ അടിച്ചിട്ട് ആദ്യം കരയുന്നത് അടിച്ച കുട്ടിയാണ്, പിന്നെയാണ് അടി കൊണ്ട ആള് കരയുന്നത്. ആ കുട്ടി ഇപ്പോഴും മാനസിക സംഘർഷത്തിന് ചികിത്സ തേടുകയാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് തൃപ്ത ത്യാഗി എന്നൊരു അധ്യാപികയാണ് മുസഫർ നഗറിൽ നേഹ പബ്ലിക് സ്കൂളിൽ. ഈ അധ്യാപികക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വലിയ പ്രകടനം നടക്കേണ്ടത്രേ. പ്രകടനം നടത്തി പിന്തുണയ്ക്കേണ്ട മഹത്തായ കാര്യമാണല്ലോ അവർ ചെയ്തിരിക്കുന്നത്. അവരതിനെ ന്യായീകരിച്ചു. ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞു. ഉത്തർപ്രദേശിൽ നടന്നൊരു സംഭവമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2023 ഓണത്തിന്റെ സമയത്ത് കേരളത്തിൽ നിന്ന് സഖാവ് ബ്രിട്ടാസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ സുഭാഷിണി അലിയും ഈ കുട്ടിയുടെ ഉപ്പ ഇർഷാദ് ആ വീട് സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും കേരളത്തിന്റെ പിന്തുണ എന്നും നിങ്ങൾക്കുണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തപ്പോൾ ആ പിതാവ് പറഞ്ഞുവത്രേ, കേരളത്തിന്റെ സമുദായ മൈത്രി ഇവിടെയും ഉണ്ടായി തീരണേ എന്ന് ഞാൻ എൻ്റെ നിത്യവുമുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. അങ്ങനെ പ്രാർത്ഥനയിലേക്ക് കേരളം കടന്നു വന്നു. 2023 ഓഗസ്റ്റ് മാസം. ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ മലയാളിയെ ആ അർത്ഥത്തിൽ പൊള്ളലേൽപ്പിക്കില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അവസ്ഥയിലാണ്. കേരളം ഒരു പരിമിതികളുമില്ലാത്തൊരു പ്രദേശമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം പ്രസിദ്ധീകരിച്ച നയപ്രഖ്യാപന രേഖയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിന്റെ തലക്കെട്ട് പ്രത്യക്ഷത്തിനപ്പുറം എന്നാണ്. അതായത് കേരളത്തിൽ പ്രത്യക്ഷത്തിൽ നിലനിൽക്കുന്ന ഈ സൗഹൃദവും സ്നേഹവും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറമുണ്ട്, ഒരു ഇരുണ്ട മറുപുറമുണ്ട്. ആ മറുപുറം അത്ര ആഹ്ലാദകരല്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഒരു സാംസ്കാരിക സമ്മേളനം. അതുകൊണ്ട് ഞാനൊരു കവിത പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. CS രാജേഷിന്റെ ഒരു കവിതയാണ്. ഇത് ആവിധമുള്ളൊരു കവിതയല്ല, ഇതിനെ പോസ്റ്റർ കവിത എന്ന് വിളിക്കാം. 6-7 വരിയേ ഉള്ളൂ. ഞാനത് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ചുമരിന്റെ മുകളിലൊക്കെ എഴുതി വെക്കാവുന്ന കവിതയാണ്. വെറുപ്പിന്റെ ഫാക്ടറിക്കും സ്നേഹത്തിന്റെ മാളിനുമിടയിൽ മതേതരത്വത്തിന്റെ ഒരു തട്ടുകട ഇടണം. വെറുപ്പിന്റെ ഫാക്ടറി. ഇന്ത്യയിൽ നിന്ന് വളർന്നു വരുന്ന വ്യവസായം വെറുപ്പാണ്. അതോടൊപ്പം ഇന്ത്യയിൽ പല ഭാഗത്തും കേരളത്തിലുമൊക്കെ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പരിഗണിക്കേണ്ട, ആഴത്തിൽ പഠിക്കേണ്ട പുതിയ ഉപഭോഗ ശൃംഖലകളും ഉണ്ടായിത്തീരുന്നുണ്ട്. കവിത തുടങ്ങുന്നത് വെറുപ്പിന്റെ ഫാക്ടറിക്കും സ്നേഹത്തിന്റെ മാളിനും. ഈ മാളിലെ സ്നേഹം എന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹമുണ്ട്, അതൊരു ഉപരിപ്ലവമാണെന്നേ ഉള്ളൂ. അതായത് ജാതി മത പരിഗണനകളില്ലാതെ
ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകളിലും വേർത്ത് കുളിച്ച് തൊഴിലെടുക്കുന്ന മനുഷ്യർ ഒന്നും വാങ്ങാനല്ല അവിടുത്തെ AC-യിൽ കുറച്ച് സൗജന്യ വിശ്രമം, അതവിടെ സാധ്യമാണ്. അങ്ങനെ പിന്നെ വേർപ്പൊക്കെ മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, ആരും ഒന്നും ചോദിക്കില്ല. അതുകൊണ്ട് അവിടെ ഉപരിതലത്തിൽ ഒരു സ്നേഹമുണ്ട്, ആഴത്തിലില്ല. ആഴത്തിൽ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പർച്ചേസിങ് പവർ വേണം, വാങ്ങാനുള്ള പൈസ വേണം. അതുകൊണ്ട് മേൽത്തട്ടിലെങ്കിലും അവിടെ ഒരു സൗഹൃദമുണ്ട്. ജാതി മേൽക്കോയ്മയിൽ അടിത്തട്ടിലും സൗഹൃദമില്ല, മേൽത്തട്ടിലും ആഴത്തിലുള്ള സൗഹൃദമില്ല. അപ്പൊ അതുകൊണ്ട് വെറുപ്പിന്റെ ഫാക്ടറിക്കും സ്നേഹത്തിന്റെ മാളിനുമിടയിൽ മതേതരത്വത്തിന്റെ തട്ടുകട ഇടണം. ജനാധിപത്യത്തിന്റെ ദോശയും സമത്വത്തിന്റെ ചമ്മന്തിയും സാഹോദര്യത്തിന്റെ ഓംലറ്റും പാരസ്പര്യത്തിന്റെ സാമ്പാറും അവിടെ വിളമ്പണം. അത്രേ വേണ്ടു. എളുപ്പമെന്ന് തോന്നും, എളുപ്പമല്ല. ഇതോരോന്ന് വിളമ്പണമെങ്കിലും നമുക്കതിനുള്ള ഊർജം വേണം. ഊർജം ഉണ്ടാവണമെങ്കിൽ നിരന്തരമായ ഇടപെടലുകൾ, അന്വേഷണങ്ങൾ, ആശയപ്രചാരണങ്ങൾ, ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തുന്ന വിപുലമായ സമരങ്ങൾ, ഇതെല്ലാം ഉണ്ടായിത്തീർന്നാൽ മാത്രമേ ഈ ജനാധിപത്യത്തിന്റെ ദോശ ചൂടാൻ പറ്റുള്ളൂ, സമത്വത്തിന്റെ ചമ്മന്തി വിളമ്പാൻ പറ്റുള്ളൂ, സാഹോദര്യത്തിന്റെ ഓംലെറ്റ് അടിക്കാൻ പറ്റുള്ളൂ, പാരസ്പര്യത്തിന്റെ സാമ്പാർ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ഊർജം ഉണ്ടാക്കിയെടുക്കാനുള്ള നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ നടത്തുന്ന പലതരം പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ തളിർത്ത് ആ ചില്ലയിൽ വിടരുന്ന പൂവായി സുഗന്ധം പരത്തുന്ന ഒന്നായി ഈ സാംസ്കാരിക സമ്മേളനം മാറും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.